നമസ്കാരം. ഒരുപാട് വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായ പൗരത്വ നിയമ ഭേദഗതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണ്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചതോടെ കോൺഗ്രസ് ചെറിയ കുരുക്കിലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം ശക്തമായുള്ള കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും ആവശ്യത്തിനുണ്ട്. ഇടതുപക്ഷമാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തെ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും SFI ഉൾപ്പെടെയുള്ള ഇടതു സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിനു നേരെ വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂടത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സമാധാനപരമായും അക്രമപരമായും പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിച്ചതുമാണ്. SFI, DYFI, AISF, AIYF സംഘടനകളും പ്രതിഷേധത്തിൽ ഏറെ സജീവമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച മനുഷ്യച്ചെങ്ങലെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അണിനിരുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരുന്ന പ്രതിഷേധവും ഇതുതന്നെയാണ്. ഇതേ തുടർന്ന് വെട്ടിലായ കേരളത്തിലെ UDF നേതൃത്വം പിന്നീട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മനുഷ്യഭൂപടം തീർത്ത് രംഗത്ത് വന്നെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായാണ് മാറിയിരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചെങ്ങല തീർത്ത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച ഇടതു പാർട്ടികൾ തൊട്ടു പിന്നാലെ ഈ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതും രാജ്യം കണ്ട അസാധാരണ കാഴ്ചയായിരുന്നു. പിണറായി സർക്കാർ കൊണ്ടുവന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കിയ ശേഷം മാത്രമാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പോലും ഈ മാതൃക പിന്തുടർന്നിരുന്നത്. രാഷ്ട്രീയമായി BJPക്ക് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നീക്കം വലിയ തിരിച്ചടിയായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ അന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ധീരമായ നിലപാട് ഇടതു സർക്കാർ സ്വീകരിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങുന്നില്ല എന്ന പരാതി അവരുടെ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ അന്നും ഇന്നും ശക്തമാണ്. ഈ വികാരം നിലനിൽക്കെ തന്നെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിലും കോൺഗ്രസിൽ രണ്ടഭിപ്രായം രൂപം കൊണ്ടത്. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച ഏക പാർട്ടി CPM ആണ്. സീതാറാം യെച്ചൂരി നിലപാട് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് RJDയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ സമാന നിലപാട് സ്വീകരിച്ചത്. എന്നിട്ടും ഇതുവരെ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ്. മൃദു ഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് ഇന്ന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് VM സുധീരൻ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നതും ഈ സാഹചര്യത്തിലാണ്. എന്നാൽ വിമർശനം ഉന്നയിച്ച സുധീരനെ അടിച്ചിരുത്താനാണ് AICC ജനറൽ സെക്രട്ടറി പോലും ശ്രമിച്ചിരുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ വീണ്ടും കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചതും കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. ഇനിയും ഇക്കാര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് ബോധ്യപ്പെടുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ ആ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുക. കോൺഗ്രസിന്റെ ചിറകിനിടയിൽ കിടക്കുന്ന മുസ്ലിം ലീഗിനും സ്വന്തം സമുദായത്തോട് മറുപടി പറയേണ്ടി വരും. ഇതിനു വേണ്ടിയുള്ള ചട്ടങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും. ഓൺലൈൻ പോർട്ടൽ വഴി 2014 ഡിസംബർ 31 അതിനു മുൻപോ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജെയിൻ, ബുദ്ധിസ്റ്റ് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ലഭിക്കുന്ന രേഖകൾ കേന്ദ്രം നിയോഗിക്കുന്ന സമിതി തന്നെ പരിശോധിച്ചാണ് പൗരത്വം നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. കേരളം, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയിൽ എതിർപ്പറിയിച്ചിരുന്നതിനാൽ നിയമ പോരാട്ടവും ഉറപ്പാണ്. 2019 ഡിസംബർ 11 പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബറോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയവരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിൽ മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ലാത്തതിലാണ് പ്രതിഷേധം ശക്തമായത്. മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതിലെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി കടന്നതോടെയാണ് തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ തുടർ നടപടികളിൽ നിന്നും പിന്മാറിയതും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അവർ സജീവമായിരിക്കുന്നത്. കോൺഗ്രസിനും ഉടനെ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. രാമക്ഷേത്രത്തിൽ തരൂർ പറഞ്ഞതുപോലെ വ്യക്തികൾ തീരുമാനിക്കട്ടെ എന്ന മുറ്റാപ്പോക്കൊന്നും ഇനി നടക്കില്ല. BJPയുമായി അന്തർധാര സൃഷ്ടിക്കാനാണോ അതോ അവരെ ഭയന്നിട്ടാണോ കോൺഗ്രസ് പ്രതികരിക്കാത്തതെന്ന് വ്യക്തമല്ല. കോൺഗ്രസിനകത്തെ വിശ്വാസികളെ മുറിവേൽപ്പിക്കാതെ രാമക്ഷേത്രത്തിൽ മുന്നോട്ട് പോയത് തന്നെ പൗരത്വ ഭേദഗതിയിൽ കാണിച്ചാൽ കോൺഗ്രസ് അവതാളത്തിലാകും. ഇന്ത്യ സഖ്യത്തിലുൾപ്പെടെ മറ്റു പാർട്ടികളുടെ നിലപാട് നിർണായകമാണ്.